कैसे शादी करेंगे बगैर काम धंधा? कोई बच्चे की पढ़ाई ना लिखाई ना नुई बेकार. ഹരിയാനയിലെ അതിർത്തി പ്രദേശമായ ഗുഡ്ഗാവിൽ പാതയോരത്ത് വർഷങ്ങളായി താമസിക്കുകയാണിവർ. ഈ വഴിവെക്കിൽ മാത്രമായി 20ഓളം കുടുംബങ്ങളിൽ 100ലധികം പേർ, കുട്ടികളും വൃദ്ധരുമടക്കം എല്ലാവരും കെട്ടിമറച്ച ഒറ്റക്കുടിലിൽ. രാജസ്ഥാനിലെ ചീത്തോടിൽ നിന്ന് ഗഡിയാലൂഹാർ വിഭാഗത്തിൽപ്പെട്ടവരാണിവർ. ഇരുമ്പുകൊണ്ട് പണിയായുധങ്ങളും മറ്റുപകരണങ്ങളും നിർമ്മിക്കലാണ് കുലത്തൊഴിൽ. बात लड़की है तो कैसे शादी करेंगे बगैर काम धंधा नहीं है, ऐसा नहीं है, इधर उधर पड़े हैं. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും നിവൃത്തിയില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കെട്ടിച്ചുവിടാനാവുന്നില്ല. സ്വന്തമായി വോട്ടർ ID കാർഡില്ല, വോട്ടില്ല, ആനുകൂല്യങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ നേതാക്കൾ ഇതുവഴി വരാറുമില്ല. कोई आवाज कैसे भी लगाते हैं, कोई गंदी सुनते हैं, कोई अच्छी सुनते, कोई कार्रवाई नहीं करते. ഇത്തരത്തിൽ പാതയോരങ്ങളിലും പുറമ്പോക്കുകളിലുമായി ആയിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്നുണ്ട്. പുറത്ത് മുഖ്യധാരയ്ക്ക് മാത്രമായുള്ള തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളില്ലാതെ, വോട്ടുപിടുത്തവും വാഗ്ദാനങ്ങളുമില്ലാതെ. രാജസ്ഥാനിൽ നിന്നും ഹരിയാനയിലെത്തി വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണിവർ. വഴിയരികിൽ അന്തിയുറങ്ങുന്നവർ. ഇവർക്ക് സ്വന്തമായി കിടപ്പാടമോ വോട്ടവകാശം പോലുമോ ഇല്ല. ഹരിയാനയിലെ ഗുഡ്ഗാവിൽ നിന്നും ക്യാമറാമാൻ പ്രമോദിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1.